ഹലോ കൂട്ടുകാരെ, ഹായ്. മിസ്റ്റർ ലോറിക്കാരനാണ് കേട്ടോ. അപ്പോൾ മിസ്റ്റർ ലോറിക്കാരൻ്റെ 2 മാസത്തെ എന്താ പറയുക അന്യവാസ ജീവിതം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നാട്ടിലെത്തിയതിന് ശേഷം ഇങ്ങനെ ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് നാട്ടിൽ തന്നെയുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബോസ് നമ്മളെ വിളിച്ചു, എന്നാ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ പരിപാടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ബോസ് ഒരു ചെറിയ പരിപാടിയൊന്നും കണ്ടു. അപ്പോൾ ഞാൻ നിങ്ങളെ വേറൊരാളെ പരിചയപ്പെടുത്തി തരാം. എന്നെ എന്താ പറയുന്നത് ഒരു 10-15 വർഷത്തോളം തീറ്റിപ്പോറ്റെന്നൊക്കെ പറയാം എന്ന് പറഞ്ഞ് അന്നം തന്നൊരു ആളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണാനാണ് കേട്ടോ. 10-15 വർഷത്തോളം ഞാൻ പണിയെടുത്ത ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ആ കമ്പനിയിലെ ഒരു വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിയൊക്കെയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഒരു 3-4-5 മാസമായിട്ട് ഞാൻ ഓടിക്കുന്നില്ലായിരുന്നു. ഇടയ്ക്ക് ബസ്സിലൊക്കെ പോയി, ടൂറിസ്റ്റ് വണ്ടിയിലൊക്കെ പോയി, അങ്ങനെയൊക്കെ പോയി. അപ്പോൾ ഒരു 3-4-5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഇതിനെ ഓടിക്കാൻ പോകണം സുഹൃത്തുക്കളെ. അപ്പോൾ ഇതിനെ ഓടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിന് കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം കേട്ടോ. ഹായ്. അപ്പോഴത്തെ സുഹൃത്തുക്കളെ, ഇതിനെ നമ്മൾ പണിക്ക് കൊണ്ടുപോകുന്നതിന് തന്നെ കുറച്ച് പരിപാടികളുണ്ട് ചെയ്യാനായിട്ട്. ഇതാട്ടോ സുഹൃത്തുക്കളെ ഗ്രീസടി പരിപാടി എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. ഇതിന് മെയിനായിട്ട് നമ്മൾ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് JCB ഗ്രീസ് അടിക്കുന്നത്. നമ്മൾ വിശന്ന് കഴിയുമ്പോൾ കരയും എന്ന് പറഞ്ഞാൽ യുവന്മാരും വിശന്ന് കഴിയുമ്പോൾ കരയും. കാരണം ഇത് മൊത്തം ഇരുമ്പിൻ്റെ ഉരുക്കുകൾ കൊണ്ടുള്ള സംഭവം ആയതുകൊണ്ട് കറക്റ്റ് സമയത്ത് നമ്മൾ ഗ്രീസ് അടിച്ച് കൊടുത്തില്ലെങ്കിലല്ല നമ്മൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും. അപ്പോൾ ഇതുപോലെ കുറേ പിന്നുകളുണ്ട് ഗ്രീസ് അടിച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെ പുറത്തേ അടി വരും. അങ്ങനെ പിന്നാനും കൊടുത്ത് വെള്ളവും കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇതിനായിട്ട് നമ്മൾ സൈഡിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇത് കേട്ടോ, നമ്മുടെ ബാക്കി പിള്ളേരൊക്കെ ഇവിടെ സെറ്റായിട്ട് കിടപ്പുണ്ട്. അമ്മമാർ കുറച്ച് പേരെ ഇവിടെ ഉള്ളൂ, ബാക്കി കുറച്ച് പേര് പുറത്ത് എവിടെയൊക്കെയാണ് കേട്ടോ. ഒരെണ്ണം റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതേ കൂടെ നമ്മൾ പമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. പമ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് ഡീസലാണ് കേട്ടോ. ചേട്ടൻ ഫുൾ ടാങ്ക് അടിക്കുമോ നമുക്ക് നോക്കിയേക്കാം. നിറഞ്ഞ ചേട്ടാ? കുറച്ച് ഡീസൽ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാട്ടോ ഈ 8 രൂപ തീരുന്നത്. അല്ല അതിന് മേളിൽ പോകും. 125 ലിറ്ററാണ് ടാങ്ക് കേട്ടോ. ഹലോ ഗൈസ്, അത് നമ്മുടെ പമ്പിലെ ഫ്രീക്കൻ ചെക്കനാണ് കേട്ടോ. അത്ര കഴിച്ചുള്ളൂ. ഓ നിറഞ്ഞിരിക്കുന്നു ഗൈസ്. പമ്പിൽ കയറിയ ഫുൾ ടാങ്ക് അല്ലേട്ടാ? അപ്പോൾ ഇതേ കൂട്ടുകാരെ നമ്മുടെ JCBയുടെ ഓപ്പറേറ്റിംഗ് പരിപാടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് പാവപ്പെട്ട 1-2 വീട്ടുകാർക്ക് ഒന്നിച്ച് ഒരു വീട് പണിത് കൊടുക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്ന പരിപാടികളുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ പരിപാടിയാണ്. ഒരു 3-4 വീടുകളും ഉണ്ട്. അപ്പം ആ 4 വീടിനെ പെരത്തറയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള മണ്ണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്ഥലം എവിടെയാണെന്ന് ചോദിക്കരുത്, അത് നമ്മൾ പറയില്ല. അത് പറഞ്ഞാൽ അത് ഭയങ്കര വിഷയമാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം നമ്മുടെ ബോസടക്കം ഒരു 2-3 പേര് കൂടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ JCBയുടെ വിശേഷങ്ങൾ കേട്ടോ.